ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുള്ള മഹാഭാഗ്യം കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും പ്രഭാതത്തിൽ മോർണിംഗ് മനയുമായി നിൽക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. വെളിപ്പാടുകാരനായ യോഹന്നാൻ താൻ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ താൻ കണ്ടതും കേട്ടതുമായ സകല കാര്യങ്ങളെയും എഴുതുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രേരിതനായി കർത്തൃ ദിവസത്തിൽ ആത്മവിശ്വസതയോടുകൂടെ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 7 സഭകൾക്കുള്ള ദൂത് എഴുതുമ്പോൾ അതിലെ ആദ്യത്തെ സഭയാണ് എഫെസോസ് സഭ എന്ന് പറയുന്നത്. ആ സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് വളരെ വ്യക്തമായിട്ട് അവിടെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എഫെസോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ആഗ്രഹിക്കത്തക്കത് എന്ന് ആണ്. ആ സഭയെക്കുറിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും ആ സഭയുടെ അംഗങ്ങളായി തീരുവാൻ, ആ സഭയോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മ ആചരിക്കുവാൻ, ആ സഭയുടെ പ്രവർത്തനങ്ങളിൽ വളരെ താല്പര്യമുള്ളവരായി ആഗ്രഹിക്കത്തക്കതായ നിലയിലേക്ക് അത് ഉയർന്നു വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്രകാരം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭകളിലും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെയും നമ്മെക്കുറിച്ച് മറ്റുള്ളവർ ആഗ്രഹിക്കത്തക്കതായ നിലയിൽ ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ ഓരോരുത്തരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് എഫെസോസ് സഭയെക്കുറിച്ചുള്ള ദൂതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഏത് ക്രിസ്തീയ പ്രവർത്തനവും നമ്മുടെ എല്ലാ ദൈവനാമ മഹത്വത്തിനായി നാം ചെയ്യുമ്പോൾ എഫെസോസ് സഭയെക്കുറിച്ച് നിന്റെ പ്രവർത്തനവും ഒക്കെയും ഞാൻ അറിയുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രയത്നം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇരിപ്പ്, കിടപ്പ്, എഴുന്നേൽപ്പ്, സകല പ്രവർത്തനത്തെയും സ്വർഗത്തിലെ ദൈവം, ആകാശവും ഭൂമിയും സകലവും സൃഷ്ടിച്ചവനായ ദൈവം സകലവും അറിയുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ അപ്പസ്തോലന്മാരല്ലാതിരിക്കെ കള്ളപ്രവാചകന്മാരെയൊക്കെയും തിരിച്ചറിയുവാനുള്ള ആ വലിയ കഴിവ് എഫെസോസ് സഭയ്ക്കുണ്ടായിരുന്നു. അവർ ദൈവത്തിന്റെ വചനം പരിശോധിച്ച് അത് മനസ്സിലാക്കുകയും സാത്താന്റെ തന്ത്രങ്ങളോടുകൂടെ കടന്നു വന്നുകൊണ്ട് ദൈവവചനത്തിന് വിരുദ്ധമായി പഠിപ്പിക്കുന്നവരെ സഭയിൽ നിന്നും പുറത്താക്കുകയും അവരുടേതായ നിത്യോദേവരുടെ ഉപദേശങ്ങളെ അവർ തള്ളിക്കളയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥമായുള്ള പ്രവാചകന്മാരെ മനസ്സിലാക്കുവാനും എഫെസോസ് സഭ വളരെ ശക്തമായി അവിടെ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട്, അതിന് നേതൃത്വമൊക്കെയും കൊടുത്തത് യോഹന്നാനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏകദേശം 90 വയസ്സിനോടടുത്താണ് നമ്മുടെ യോഹന്നാൻ മരണപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പോൾ അതുവരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെയും എഫെസോസ് സഭയ്ക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ട് അത് പ്രകാരം സഭ വളർത്തിയെടുക്കുവാനുള്ള നിർദ്ദേശങ്ങൾ, അതുകൊണ്ട് ശത്രുവിന് ഒരിക്കലും ആ എഫെസോസ് സഭയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നില്ല. പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അവയൊക്കെയും ശത്രു പരാജയപ്പെട്ടു എന്ന് അവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ പ്രാരംഭം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു കുറവ് മാത്രമാണ് അവരെക്കുറിച്ച് പറയുന്നത്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ള ഒരു കുറവ് ഇതിനെക്കുറിച്ച് പറയുവാനുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അവിടെ പറയുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ചെവിയുണ്ട്, എന്നാൽ നാം കേൾക്കേണ്ട കാര്യങ്ങളെ കേൾക്കുന്നുണ്ടോ എന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവത്തിന്റെ തിരുവചനം ഓർമ്മപ്പെടുത്തി. ആദ്യ സ്നേഹത്തിലേക്ക് നാം എല്ലാവരും എന്ത് ചെയ്യണം? മടങ്ങി വരണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് എഫെസോസ് സഭ ആഗ്രഹിക്കത്തക്കതായ നിലയിൽ വളരെ ശക്തമായിട്ട് അവിടെ പ്രവർത്തിച്ചപ്പോൾ അനേകര് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ സഭയോട് അനുദിനം ചേർന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെല്ലാം പുതുവകയെന്ന് എണ്ണിക്കൊണ്ട് സ്വന്തമായിട്ട് ഒന്നുമില്ലാത്തതായ അനുഭവത്തിൽ അവർ എല്ലാവരെയും തുല്യമായി കണ്ടത് എഫെസോസ് സഭയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തരുന്നതായ സകല നന്മകളും നമ്മൾ അനുഭവിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്കും പങ്കുവെക്കുന്നതായ ആ ഒരു നല്ല സ്വഭാവം എഫെസോസ് സഭയിൽ ഉണ്ടായിരുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവൃത്തി പരിശോധിക്കുമ്പോൾ അവർ അപ്പസ്തോലന്മാരുടെ കാൽച്ചുവട്ടിൽ എല്ലാം വിറ്റ് സമർപ്പിക്കൊണ്ട് തങ്ങളെ തന്നെ
പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് എല്ലാം ക്രിസ്തുവിന്റെ നാമമഹത്വത്തിനായി ചെയ്യുവാൻ തക്കവണ്ണം അവർ ആഗ്രഹിക്കുകയും അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ കർമ്മമണ്ഡലം എല്ലാം മറ്റുള്ളവർ ആഗ്രഹിക്കത്തക്കതായ നിലയിൽ ആണോ എന്ന് നാം ഒന്ന് സ്വയം പരിശോധന ചെയ്യുമ്പോൾ ഈ ദൂത് നമ്മൾ ഏറ്റെടുക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, തീർച്ചയായും ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മടങ്ങി വന്നുകൊണ്ട് അപ്രകാരമുള്ള ഒരു പ്രവർത്തനം നാം ചെയ്യുന്നതിൽ മടുത്തു പോകാതെ ദൈവത്തിന്റെ സന്നിധി തീഷ്ണതയുള്ളവരായി, സഹിഷ്ണുതയുള്ളവരായി ദൈവത്തിന്റെ കൃപ പ്രാപിച്ചുകൊണ്ട് നാം മുന്നേറുന്നെങ്കിൽ കർത്താവ് രണ്ടാമത് കടന്നു വരുമ്പോൾ, ആ കർത്താവ് താൻ ഗംഭീരനാദത്തോടെ കടന്നു വരുമ്പോൾ ആ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ആയിത്തീരുവാൻ സ്വർഗം നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കും. അവന്റെ എഫെസോസ് സഭയോട് പറഞ്ഞതുപോലെ നിന്റെ പ്രവർത്തനങ്ങളെയൊക്കെയും നിന്റെ പ്രയത്നവും എല്ലാം സകല പ്രവർത്തനത്തെയും ഞാൻ അറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും അനേക നന്മകൾ എഫെസോസ് സഭ ചെയ്യുന്നതായിട്ട് കാണുവാൻ. എന്നാൽ ഒരു അല്പം കുറവുള്ളത് ആദ്യ സ്നേഹത്തിലേക്ക് എന്ത് ചെയ്യണം? മടങ്ങി വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളും ഓരോരുത്തരും ക്രിസ്ത്യ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിലുള്ള ആദ്യ സ്നേഹത്തിലുള്ള ഉത്സാഹം, സഭ ആരാധനയ്ക്ക് കടന്നു വരുന്നതിലുള്ള ഉത്സാഹം, കൂട്ടായ്മയ്ക്ക് കടന്നു വരുന്നതിനുള്ള ഉത്സാഹം, അതുപോലെ കൺവെൻഷന് മറ്റ് പ്രവർത്തനങ്ങള് ഒക്കെയും ചെയ്യുന്നതിൽ, അതിന്റെ ബുക്കുകൾ കൊടുക്കുന്നതിലുള്ള താല്പര്യം, അതെല്ലാം ആദ്യ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം എഫെസോസ് സഭയോടുള്ള ആ ദൂത് അങ്ങനെ ആഗ്രഹിക്കത്തക്ക നിലയിൽ പ്രവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് നമ്മളെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി നിങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടുവാൻ, എല്ലാ പ്രിയപ്പെട്ടവരും ആഗ്രഹിക്കത്തക്കതായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ജന്മദിനമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ആയുസ്സും ആരോഗ്യവും ബലവും ഒക്കെയും കൊടുത്ത് സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകര് രോഗത്താലോ ക്ഷീണത്താലോ പ്രയാസത്താലോ കടഭാരത്താലോ ആയിരിക്കുന്നെങ്കിൽ കർത്താവെ അവർക്ക് ആശ്വാസവും വിടുതലും കൊടുത്ത് എൻ്റെ സ്വർഗത്തിലെ ദൈവം ആത്മീയവും ഭൗതികവുമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.